അപ്പൊ പുതുപ്പള്ളിയിലെ ഇപ്പോ ഉമ്മൻചാണ്ടി സാറ് ബാക്കി വെച്ച് ഇനി ചെയ്യണമെന്ന് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എന്തൊക്കെയാ അത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ തട്ടകമായ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എവിടം വരെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ നോക്കിക്കാണുന്നത്? തീർച്ചയായും നല്ലൊരു പ്രവർത്തനം ഗ്രൗണ്ട് ലെവലിൽ ഗ്രാസ് റൂട്ടിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ പോസ്റ്ററും ഫ്ലെക്സും ബാനറും ഒക്കെ തൽക്കാലം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് അന്ന് തുടങ്ങുന്ന സമയത്ത് ഒരു പരിമിതിയും അതുപോലെ തന്നെ ഞങ്ങൾ വീട് വെക്കണമെന്ന് കുറേ വീടുകൾ വെക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുക. ഓൾറെഡി 50 വീടുകളും ചെയ്തു. 100 വീടുകൾ ചെയ്യാനുണ്ട്. എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ. അല്ല, അങ്ങനെയല്ല, ഈ ഫ്ലെക്സുകൾ ഇല്ലാണ്ട് അതൊരു വെറൈറ്റി ആയിരുന്നില്ല. അപ്പോൾ പൊതുവെ ഞങ്ങളിപ്പോ പറയാണ് അത് ചാണ്ടി ഉമ്മന്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. അങ്ങനെ പ്രചരണങ്ങളൊന്നും ഇല്ലാതെ പോസ്റ്ററുകളൊന്നും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് രീതി. പ്രചരണം ഇല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. പ്രചരണം ഉണ്ട്, പക്ഷേ ചിലപ്പോൾ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തെന്ന് പറഞ്ഞ നഷ്ടമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനിവിടെ 2.5 വർഷം നടത്തിയ പ്രവർത്തനം ജനങ്ങളുമായിട്ട് നേരിട്ടുള്ള ബന്ധമാണ്. അപ്പം അതിനകത്ത് ജനമനസ്സിലാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത്, അല്ലാതെ ഫ്ലെക്സിൽ മാത്രമല്ല ഞങ്ങളുടെ വിശ്വാസം. എന്തിനാണ് വടി കൊടുത്ത് അടി മേടിക്കുന്നത്? നമുക്കൊരു ചേഞ്ച് വേണ്ടേ, 1. 2, എനിക്ക് ചില പരിമിതികൾ വന്നു. അപ്പം ആ പരിമിതി കാരണം കുറച്ച് വോട്ട് കുറഞ്ഞാലും ഞാനത് എനിക്ക് ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അതൊരു കോൺഫിഡൻസ് ആണോ ഓവർ കോൺഫിഡൻസ് ആണോ? തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ പൊളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സണലാക്കി കളിഞ്ഞാൻ. ഞാൻ പറയാം, എനിക്ക് ചില പരിമിതികളുണ്ട്. ആ സാമ്പത്തികമായ പരിമിതികൾ വന്നു, ഇനിയും സാമ്പത്തികമായ പരിമിതികൾ വരാൻ പോകുന്നു. കാരണം എൻ്റെ നാടിന് വേണ്ടി ഞാൻ ചെയ്യുന്ന 100 വീടുകൾ, ആ 100 വീടുകൾ കൂടി 50 ചെയ്തു. അതിൻ്റെ ബുദ്ധിമുട്ട് നിൽക്കുന്നു, ഇനിയും മുന്നോട്ടുള്ള ബുദ്ധിമുട്ട് നിൽക്കുന്നു. അപ്പോൾ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കോൺഫിഡൻസോ ഓവർ കോൺഫിഡൻസോ അല്ല, എൻ്റെ സാഹചര്യമാണ്. സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ഡ്യൂട്ടി കൂടിയാണ്. ഞാനും ഇടയ്ക്ക് ആലോചിക്കും, ഇത്രയും വേണോ എന്നുള്ളത് ഞാനും ആലോചിക്കാറുണ്ട്. ഇലക്ഷൻ സമയത്ത് ഒരു പരിധി വിട്ട് പോകുന്നില്ലേ. അപ്പോൾ ഒരു വിധത്തിൽ പൊതുസമൂഹം അംഗീകരിച്ചപ്പോൾ ശരിയാണെന്നുള്ള തോന്നലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. കഴിഞ്ഞ തവണ ഒരു വൈകാരിക തരത്തിന് പുറത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ MLA ആകുന്നു. എന്നാൽ ഇത്തവണ അത് ചാണ്ടി ഉമ്മന്റെ ഒരു ആവശ്യകതയാണ്. എന്താണ് ചാണ്ടി ഉമ്മൻ എന്ന് പുതുപ്പള്ളിക്കാർ മനസ്സിലാക്കിയ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കാൻ? മിസ്റ്റർ തോമിച്ചൻ, എന്തോ ഒരുപാട് നേരമായി ചൊറിയുന്നു. എല്ലാ ഇലക്ഷനും വൈകാരികമാണ്, ഒരു ഇലക്ഷൻ മാത്രമല്ല. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ വൈകാരികമാണ്. അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ചവർക്കെതിരെ വൈകാരികത അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഇലക്ഷൻ വൈകാരികത, അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ച സർക്കാർ ഇപ്പോഴും നിൽക്കുക. ആ സർക്കാരിനെതിരെയുള്ള വൈകാരികത ഈ തെരഞ്ഞെടുപ്പിൽ കാണും. ഇവിടുത്തെ ചെറുപ്പക്കാർ വൈകാര്യമായിട്ട് പ്രതികരിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. കാരണം അവർക്ക് ജോലിയില്ല, അവർ 10 വിദേശത്തേക്ക് പോണ്ടി വന്നു. ഇവിടുത്തെ അമ്മമാർ വൈകാര്യമായി പ്രവർത്തിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. കാരണം മദ്യമൊഴുക്കി വീണ്ടും കുടുംബങ്ങളെ നാശത്തിൻ്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ് സർക്കാർ. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പും വൈകാരികമാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് വൈകാര്യമായിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് വൈകാര്യമായിരിക്കും. ഇപ്പോഴും ഓരോ തെരഞ്ഞെടുപ്പിലും അത്രത്തോളം ജനങ്ങൾക്കേക്ക് ഇറങ്ങി ചെല്ലുന്നൊരു നേതാവാണ് ചാണ്ടി ഉമ്മൻ. അത് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ അതേ രീതിയിൽ തന്നെ അതേ പാത പിന്തുടരുന്ന ഒരു ശൈലിയല്ലേ അത്? ചോദ്യത്തിന്റെ ധ്വനി മനസ്സിലായി. ഓരോരുത്തർക്കും ഓരോ ശരിയാണോ. അതേ സൈക്കിളിൽ പോകാറില്ലായിരുന്നു. ദിവസവും അദ്ദേഹം പ്രചരണത്തിൽ സൈക്കിളിൽ പോകത്തില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ഒത്തിരി നടന്നിട്ടുണ്ട്, ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. ഓരോ യുഗത്തിലും ഓരോ രീതിയിലനുസരിച്ച് നമ്മൾ പെരുമാറുന്നു. കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു. ഇതിനിടയ്ക്ക് BJPയുടെ ഒരു പ്രകടനത്തിലേക്ക് ചാണ്ടി ഉമ്മൻ ഇറങ്ങിച്ചേർന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് നിന്ന് കിട്ടിയ ഒരു വിദ്യയാണ്. ഒരു യുദ്ധം ഒഴിവാക്കാൻ കാല് പിടിച്ചപ്പോ തലക്കയറിയിരുന്ന് മുടിവെട്ട അങ്ങനെയല്ലോ. ഇപ്പം അദ്ദേഹം ഇവിടെ ഒരാളെങ്കിൽ നമ്മൾ ഒരു കൈ കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ ഓഫ് പൊളിറ്റിക്സോ ഒരു വിദ്യയൊന്നും ആകത്തില്ലല്ലോ. ആർക്ക് വേണമെങ്കിൽ നമുക്ക് കൈ കൊടുക്കാം. അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണമെന്ന് മാത്രം. അല്ലെങ്കിൽ നമ്മളോട് അതേ രീതിയിൽ അവരും ആ വേവ് ലെങ്ത് ഉള്ളവരെ, അവരുടെ മഹനീയത കൂടി പറയണമല്ലോ. അവരും തിരിച്ച് റെസ്പോണ്ട് ചെയ്തു. മറ്റു ചില പാർട്ടിക്കാരുണ്ട്, കണ്ടാൽ പോലും ചിലപ്പോൾ മിണ്ടാതെ പോയി കളയും. അപ്പൊ ഞാൻ പറഞ്ഞ ആ വന്നവരും വളരെ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തു. ഞാനും പോസിറ്റീവ് റെസ്പോണ്ട് ചെയ്തു, അവർ റെസ്പോണ്ട് ചെയ്തു. പക്ഷെ അതിൻ്റെ അർത്ഥം ഞങ്ങൾ രാഷ്ട്രീയമായി യോജിച്ചു എന്നല്ല. രാഷ്ട്രീയമായി വേറെ വ്യത്യാസം അവിടെ നിൽക്കുമ്പോഴും ചില രാഷ്ട്രീയ മര്യാദ, അത്രയേ ഉള്ളൂ. മറിയ ഉമ്മൻ സ്ഥാനാർത്ഥിയാവും എന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് അതിന് ഇടങ്കൂരിട്ടത് ചാണ്ടി ഉമ്മനാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ വിമർശനമാണ്. ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? മക്കൾ രാഷ്ട്രീയം. ഈ പറഞ്ഞൊരാരും കാണുന്നില്ലല്ലോ. പാർട്ടി
ഉദയപൂർ കോൺക്ലേവ് എടുത്ത തീരുമാനമുണ്ട്. ഒരു വീട്ടിൽ നിന്ന് 2 പേരാകാം, പക്ഷേ 5 വർഷമെങ്കിലും ഇയാൾ പ്രവർത്തിച്ചിരിക്കണം എന്ന് പാർട്ടിയുടെ ഒരു തീരുമാനം കൂടിയുണ്ട്. എന്റെ തീരുമാനമല്ല. നിർത്തി അവമാനിക്കുവാണെന്ന്. അപ്പോൾ പാർട്ടി എന്തോ തീരുമാനമെടുത്തു, ഞാൻ അതിനുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങളെല്ലാം കൂടെ എന്നെ കുട്ടിക്കൊഴിക്കുക. കാരണം ചിലർ ഇതൊരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അവരെ തന്നെയാണ് എന്നെ ഹാഗിയ സോഫിയയുടെ പേരിൽ ആക്രമിച്ചത്, അവർ തന്നെയാണ് എൻ്റെ ഫാദറിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നത് പറഞ്ഞവർ, അവർ തന്നെയാണ് ഇതേ കഥകൾ ഇപ്പോഴും ഉണ്ടാക്കി നടക്കുന്നത്. എൻ്റെ സഹോദരി മത്സരിക്കാത്ത പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. എനിക്ക് അതിനകത്ത് റോളില്ല. എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ടില്ല, എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടില്ല. അപ്പോഴല്ലേ അഭിപ്രായം പറയാൻ പറ്റൂ. അഭിപ്രായം ചോദിക്കാതെ ഞങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ചുമ്മാ വഴി പോകുന്ന എല്ലാം എൻ്റെ ഏണി വെച്ച് നിങ്ങൾ തരിക, ഞാൻ പിടിക്കാൻ. അതിനാണ് ഇപ്പൊ 24 വന്നിരിക്കുന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് മുൻപും പ്രഖ്യാപിക്കുന്നതിന് ശേഷവും വലിയ രീതിയിൽ നേതാക്കൾ തമ്മിൽ വലിയ പരസ്യ പ്രതികരണം. ഞങ്ങളുടെ പാർട്ടിക്ക് ചുമ്മാ വന്ന് ഞങ്ങളുടെ പാർട്ടി ഇല്ലാത്ത പ്രശ്നങ്ങളെങ്കിലും കുത്തി ഇപ്പൊ അടുത്ത പ്രശ്നത്തിലേക്ക് വന്നു. ഒന്നും ചോദിക്കണ്ടായിരുന്നു. ഇല്ല, ഒരു കാര്യം ചോദിക്കാണ്. കെ സുധാകരന് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലാന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ആദ്യം പറഞ്ഞു. ആരാ പറഞ്ഞത് അദ്ദേഹം പാർട്ടി വിടുന്നത്? നിങ്ങളല്ലേ പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു അല്ല, ചവിട്ടിയത് അണലിയാണില്ല. എങ്ങനെ മാധ്യമ സൃഷ്ടിയാണെന്നാണ്. ഇപ്പൊ ഇതെല്ലാം മാധ്യമ സൃഷ്ടിയല്ലേ? ഇതെല്ലാം മാധ്യമ സൃഷ്ടിയല്ലേ? ഇപ്പൊ പറഞ്ഞ മുമ്പത്തെ ചോദ്യവും ഇപ്പോഴത്തെ ചോദ്യം മാധ്യമങ്ങളല്ലാതെ ഒരു നേതാവ് പറഞ്ഞായിട്ടൊന്ന് പറഞ്ഞേ. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? അപ്പൊ ഞാൻ ചോദിക്കാൻ എത്രയാണ് സുധാകരൻ പറഞ്ഞു ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയില്ല. ഇറങ്ങിയില്ലേ അവസാനം? അല്ല, ഇറങ്ങിയില്ലേ? അപ്പൊ ഞങ്ങളുടെ അകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞങ്ങളത് പരിഹരിക്കും. അല്ലാതെ പുള്ളി പാർട്ടി വിടും. നിങ്ങൾ എന്തിനാ വാർത്ത കൊടുക്കും? കിട്ടാനുള്ള കിട്ടിയപ്പോ മതിയാല്ല. ഡൽഹിയിലെ സുധാകരൻ വാർത്താ സമ്മേളനം നടത്തുമെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ വാർത്താ സമ്മേളനം ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ പാർട്ടി അതിന്റെ അടുത്ത പാർട്ടി വിട്ടെന്നാണ് പുതിയ പാർട്ടി ഉണ്ടാക്കിയത്. മറിയ ഉമ്മന്റെ ഹസ്ബൻഡ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്ന് പറയുമ്പോ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും പാർട്ടി കളിച്ചോട്ടെ, എനിക്കല്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. അല്ല, അപ്പൊ എന്റെ ചോദ്യം ഇതാണ്. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചു. അപ്പൊ അത്രയും ഒരു ഏതെങ്കിലും പാർട്ടി മത്സരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ല. പുള്ളി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ആളല്ല. പുള്ളി ഏത് പാർട്ടി മത്സരിച്ചാൽ ഞങ്ങൾക്കൊന്നുമില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്റെ ഫാദർ ജീവിച്ചിരിക്കുമ്പോൾ അതായത് 2020 പോയപ്പോൾ തന്നെ അത് ശരിയായ നിലപാടല്ല എന്ന് ഞാൻ പുറത്ത് പബ്ലിക്കലി പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അതേ ഏത് പാർട്ടി, അതായത് 2020 അല്ലേ, അതായത് മത്സരിച്ചോട്ടത്, അദ്ദേഹത്തിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ല. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അപ്പൊ പുതുപ്പള്ളിയിലെ ഇപ്പൊ ഉമ്മൻചാണ്ടി സാറ് ബാക്കി വെച്ച് ഇനി ചെയ്യണമെന്ന് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അല്ല, അദ്ദേഹം ഇവിടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് പണിയണമെന്ന് ആഗ്രഹിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല.